സർ. ഏയ് എന്താടാ? സോറി സർ, പോലീസ് വളരെ സ്ട്രിക്റ്റാ. ആരോടാടാ? ഓക്കെ സർ. ഞങ്ങൾ വോയിസ് ബോറിൽ വെയിറ്റ് ചെയ്യാം. അളിയ സമയം വൈകിടാ. താടാ അളിയാ, പെട്ടെന്ന് വേടാ, എൻജോയ് ചെയ്യാം. അളിയാ ഞാൻ എത്തിയടാ. മഹാരാജ്, പെണ്ണിനെ ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അങ്ങ് തീർത്തേക്കടാ. വരുന്നടാ. ഹേയ് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇങ്ങോട്ട് പോവാ. ഇങ്ങോട്ട്. അവളെ അടിച്ച നിനക്കെന്താടാ? ആരാ നീ? വിടരുത്. അവന്മാര് രക്ഷപ്പെടാൻ നോക്കുക. വിടരുത്. നിൽക്കാനാ പറഞ്ഞത്. വണ്ടി എടുക്കടാ. വേഗം വേഗം പോ. ഒന്ന് വേഗം പോ, വേഗം പോ, വേഗം പോ, പ്ലീസ് ഒന്ന് വേഗം പോ. ഒന്ന് വേഗം വിടറാ. പ്ലീസ് വേഗം പോ. വേഗം ഓടിക്ക പ്ലീസ്, പ്ലീസ്. അവരെന്നെ കൊല്ലും. പ്ലീസ് ഗോ ഫാസ്റ്റ്, പ്ലീസ്. അയ്യോ, അവരടുത്ത് വന്നു. പ്ലീസ് പ്ലീസ് ഗോ ഫാസ്റ്റ്, പ്ലീസ്. എടാ, റൈറ്റിലേക്ക് പോയ പാരീസ്, ലെഫ്റ്റിലേക്ക് പോയ പൂന്തമല്ലി ഹൈവേ, ഇടത്തോട്ട് പോടാ.
റൈറ്റിൽ പോകരുത്, ലെഫ്റ്റിലോട്ട് പോ. ലെഫ്റ്റ് ലെഫ്റ്റ്, ഇടിക്ക് ഇടിക്ക്. പോ പോ പോ, വേഗം പോ. അളിയ നന്ദി, താങ്ക്സ് ഡാ. ഇപ്പൊ എനിക്കുള്ള ചാൻസ്. ഏ? വണ്ടി വിടാ. അളിയ ആദ്യം കേക്ക് തന്നു, പിന്നെ വെള്ളം തന്നു, ഇപ്പതാ ഒരു പെണ്ണിനെയും തന്നു. വളരെ നന്ദിടാ. ഇത് നിനക്ക് ആവശ്യമാണോ? ഓ നല്ല മണം. പറയടാ, ഇത് ആവശ്യമാണോ? എന്താടാ? ഒന്ന് വേഗം പോടാ. ആരടാ അവള്? എന്താ പ്രശ്നം അറിയുന്നില്ല. അവന്മാര് നമ്മൾ കൊല്ലാൻ വരിക. ഞാൻ പറയുന്ന കേക്ക്, നീ വണ്ടി നിർത്ത്. എനിക്ക് പേടിയായിട്ട് വയ്യ. നീ വണ്ടി നിർത്തടാ, അവര് നമ്മളെ അടുത്തെത്തി. പ്ലീസ് വേഗം വേഗം. ആ, ഓടിക്ക്. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. കൊല്ലും. എടാ വെട്രി, വേണ്ടടാ. എടാ ഞാൻ പറഞ്ഞ കേക്കില്ലേ? എടാ വണ്ടി നിർത്തടാ, വണ്ടി നിർത്താൻ. പ്ലീസ് പ്ലീസ് വണ്ടി നിർത്തരുത്, വണ്ടി നിർത്തരുത്. എനിക്ക് നീ നിർത്തല്ലേ എന്റെ അളിയ? ഇതുപോലത്തെ എത്ര നമ്മള് കണ്ടിട്ടുണ്ട്. അതേടാ, ഇതുപോലെ ഒരെണ്ണത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായി മനസ്സിലായി, നീ പറയുന്നത് പച്ചയായിട്ട് മനസ്സിലായി. ഒന്ന് നിർത്തുന്നുണ്ടോ? എടാ വെട്രി, വണ്ടി നിർത്ത്. ഒന്ന് വണ്ടി നിർത്തുന്നുണ്ടോ? എടാ അവളെ ഇറക്കി വിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്ക്, ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കഥ ഞാൻ കഴിക്കും. എടാ മുന്നോട്ട് കേറാ. വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി നിർത്താൻ. നിന്നെ ഒന്നും വെറുതെ വിടില്ല. വണ്ടി നിർത്താൻ. ഇത് എന്റെ ഏരിയയാ. വേഗം വേഗം പോ, വേഗം വേഗം. ആ അങ്ങനെ. എടാ റിവേഴ്സ് എടുക്ക്. ഷോ ആണോടാ കാണിക്കുന്നത്? ഷോ ആരുടെ അടുത്ത്? വാ വാ വാ. വണ്ടി എടുക്ക്. ഒന്ന് വേഗം വാ, വേഗം പോ പോ, വേഗം പോ 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 പോ, വേഗം പോ. മഹാരാജ്. എന്താടോ, അവളെ തീർത്തില്ലേ? മഹാരാജ് ആരാണെന്നറിയില്ല. 4 പിള്ളേരുടെ കൂടെ അവള് പോവാ. പിള്ളേരുടെ കൂടെയോ? കാറിൽ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവാ അവന്മാര്. ഏയ് ഒന്ന് വേഗം പോടാ, വേഗം വേഗം വേഗം. മഹാരാജ് ഞങ്ങൾ ചേസ് ചെയ്തോണ്ടിരിക്കുക, അവളെ തീർച്ചയായും പിടിക്കും. നിർത്തറ, അവന്റെ ഒരു റണ്ണിങ് കമന്ററി. നീ അവിടെ ക്രിക്കറ്റ് കളിക്കാണോ? അവളെ പിടിക്കാനല്ല പറഞ്ഞത്, കൊല്ലാനാ. അവളുടെ അച്ഛനെ ഇല്ലാതാക്കി, അമ്മയെയും ഇല്ലാതാക്കി, അനിയത്തെയും ഇല്ലാതാക്കി. 2 കോടിയുടെ കാര്യ. അവളെ തുണ്ടം തുണ്ടാക്കി വെട്ടാൻ പറയുമ്പോ നീ അത് മാത്രം അനുസരിച്ചാ മതി. എല്ലാം മനസ്സിലായി. അവിടെ കഥ തീർത്തേക്കാം. ഇത് വേഗം പോടാ. അയ്യോ, കേറ്റിയതെല്ലാം ഇറങ്ങിയേ. വീണ്ടും കേറ്റിയേ പറ്റൂ. വെളുത്തതും രക്ഷപ്പെടാൻ നോക്കിയപ്പോ യുവന്മാര് നമ്മളെ കൊല്ലുന്ന ലക്ഷണം ഉണ്ടല്ലോ അളിയ. അളിയ വെട്രി പേടിയായിരിക്കുന്നടാ. അളിയ നീയെങ്കിലും പറ. വേഗം 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 വേഗം. അയ്യോ അടുത്തെത്തിയടാ അളിയ, അവന്മാർ അടുത്തെത്തിയടാ അളിയ. എനിക്ക് പേടിയാവുന്നടാ. അവന്മാർ അടുത്തെത്തിയ വണ്ടി വേഗം വിട്. വേഗം ഒന്ന് വേഗം ഓടിക്ക് പ്ലീസ്. എനിക്ക് നല്ലോണം പേടിയാവുന്നുണ്ട്. ഒന്ന് വേഗം ഓടിക്ക് പ്ലീസ്. എടാ എത്ര നേരം ഇതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഔട്ടർ വന്നു. വണ്ടി ലെഫ്റ്റിലേക്ക് കട്ടി. ഇവിടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ പണി നോക്കാം. ഒന്ന് വേഗം ഓടിക്ക് പ്ലീസ്. ഇതെന്താ ഫ്ലൈറ്റ് ആണോ? എപ്പോ നോക്കിയാൽ പോയിക്കൊണ്ടിരിക്കേ. മിണ്ടാതിരിക്കടി ചുമ്മാ.
ഇവളെന്തിനാ ഫോൺ എടുക്കാത്ത? നല്ല സ്ഥലത്തേക്ക് കയറ്റിയത്. ഞാനൊരു ഫോണായിട്ടെങ്കിലും ജനിച്ചാ മതിയായിരുന്നു. ഇതിലൊന്ന് തൊട്ടാലും മതിയായിരുന്നല്ലേ. ആരാ? ഫോൺ എടുത്തൊന്ന് സംസാരിക്കടി. ആരാ ഇത്? എന്തിനാ എടുക്കാൻ പേടിക്കുന്നേ? പേടിയിലും ഇവള് ആള് കാണാൻ സൂപ്പർ ആളിയാ. ചുമ്മാ ഒന്നിരിക്കുന്നോ? ഫോൺ എടുത്ത് സംസാരിക്കേ. എന്താ മോളെ, നീ രക്ഷപ്പെട്ടെന്നാണോ? ആരാ? ഇങ്ങോട്ടാ പറഞ്ഞില്ലേ? രക്ഷപ്പെട്ടാലും ഇങ്ങോട്ടാ. എന്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനും കഴിയില്ല. ഞാൻ ജനിച്ചത് തന്നെ ജയിലിൽ വെച്ച്. നിനക്ക് വേറൊരു കാര്യം അറിയോ? ഞാൻ ജനിച്ചപ്പോ കണ്ടത് എന്റെ അമ്മയുടെ മുഖമല്ല, പോലീസുകാരുടെ മുഖം. നഷ്ടപ്പെട്ടു പോയ എന്നെ കണ്ടെത്തി പേര് വെക്കുന്നതിന് മുമ്പ് FIR കണ്ടവനാ ഞാൻ. FIR രാജ. എന്റെ അമ്മ എനിക്ക് സ്നേഹത്തോടെ ഇട്ട പേരല്ല, അത് ഗവൺമെന്റ് ഇട്ട പേരാ. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. നീയായിട്ട് ഇറങ്ങി വന്നാലും ഞാൻ നിന്നെ മാത്രമേ കൊല്ലുള്ളൂ. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിന്റെ കൂടെയുള്ള എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എന്റെ പിള്ളേർ ഒരുപാട് ബുദ്ധിമുട്ടില്ല നിന്റെ പിന്നാലെ വരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവര് നിന്റെ രക്തത്തിന് വേണ്ടി നിന്റെ പിന്നാലെ ഉണ്ടെന്ന്. അതേടാ, ഇത് ഭയങ്കര പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കൊല്ലാൻ ഒരു നെറ്റ്വർക്ക് തന്നെ വരുന്നുണ്ട്. നമുക്ക് ഇത് ആവശ്യമില്ലാത്ത പ്രശ്നം വേണ്ടടാ. എടാ, അങ്ങേര് സംസാരിക്കുന്ന ശൈലി കേട്ടപ്പോ ടോപ്പ് ടു ബോട്ടം ഡൗൺ ആയടാ. അയ്യോ, അവൻ ഗാങ്സ്റ്ററാണ്. എങ്ങനെയും നമ്മളെ പിടിക്കും, നമ്മളെല്ലാം ചാവും. പ്രശ്നം ഗുരുതരമാണ്, പറഞ്ഞേക്കാം. അതെ, അത് പിന്നെ ഞാൻ പറഞ്ഞത് മനസ്സിലായി. നീ പറയുന്നത് പച്ചയായിട്ട് മനസ്സിലാവുന്നുണ്ട്. വല്ലതും നടക്കുവാ? എന്തിനാ? വെളിയിലോട്ട് നടക്കാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചു. അയ്യോ, ഞാൻ വേറെ എന്താണോ കരുതി. എടാ അളിയ, ഞങ്ങൾ ആരും വേണ്ടെന്നാ പറയുന്നത്. പക്ഷെ നീ ചെവി കൊടുത്ത് കേൾക്കുന്നില്ലല്ലോ. എടാ, ഇവിടെ നമുക്ക് കമ്മിറ്റ് ആയെങ്കിൽ റിസ്ക് എടുക്കാം. ആരോ എഴുത്തി ഇവക്ക് വേണ്ടി നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണം? കമ്മിറ്റ്മെന്റ് സൂചി കയറ്റുന്നിടത്ത് നീ നോക്ക് വെട്ടി, നമ്മൾ ഇത്ര ദൂരം എത്തി. വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവളെ ഇറക്കിയിട്ട് നമുക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കാം. എടാ, എനിക്ക് എക്സാം ഉണ്ടടാ, എന്റെ ലൈഫാ. ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് വണ്ടി നിർത്തടാ. വേണ്ട, വണ്ടി നിർത്തരുത്. എന്നെ അവര് കൊന്നാളെ. പ്ലീസ് പ്ലീസ് പ്ലീസ്, നിങ്ങൾ എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പ്ലീസ് പ്ലീസ്. ഞങ്ങളാണ് നിന്നെ രക്ഷിക്കേണ്ടത്. അളിയാ, അത് കണ്ടില്ലേ ലെഫ്റ്റില്? പോലീസ് സ്റ്റേഷൻ. വേണ്ട വേണ്ട, പോലീസ് വേണ്ട, പോലീസ് വേണ്ട, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ്, പോലീസ് സ്റ്റേഷൻ വേണ്ട. പ്ലീസ് 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 പ്ലീസ്, വേണ്ട വേണ്ട, പ്ലീസ് 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 പ്ലീസ്. എടി, വണ്ടി നിർത്തണ്ടെന്ന് പറയുന്നത്, സ്റ്റേഷനിലേക്ക് പോകണ്ടെന്ന് പറയുന്നത്, ഇവിടുന്ന് ഇറങ്ങുമില്ല. പിന്നെ എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് നിന്റെ ഐഡിയ? ആരാ നീ? ആരാണ് ഇവരൊക്കെ? എന്താ നിന്റെ പ്രശ്നം? അവരെന്തിനാ നിന്റെ പുറകെ വരുന്നത്? പറയേ, ചോദിക്കുന്നില്ലേ? പറ.
അയ്യോ അവിടെ നോക്കിയേ, ആ വണ്ടി നമ്മുടെ അടുത്ത് വന്ന്. പ്ലീസ് പ്ലീസ് ഒന്ന് വേഗം പോ, പ്ലീസ് വേഗം വേഗം ഒന്ന് ഓടിക്ക, പ്ലീസ് പ്ലീസ് പ്ലീസ്. അളിയാ ഇവള് അടുക്കുന്നതും ഇല്ല, എന്നാ പോലീസിൽ പോവാൻ പറഞ്ഞാ അതും വേണ്ടെന്ന് പറയുന്നു. എന്റെ അടുത്തുനിന്ന് ഇവള് പോകുന്നില്ലല്ലോടാ. നീ പോകുന്ന വരെ പോടാ, നമുക്കങ്ങ് എൻജോയ് ചെയ്യാ അളിയാ. എൻജോയ് വണ്ടി നിർത്താൻ വണ്ടി നിർത്താൻ വെറുതെ വിടത്തില്ല. വേഗം 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 പോ. എവിടെ പോയാലും നിന്നെ ഞാൻ വെറുതെ വിടുന്നില്ല. വന്നോണ്ടിരിക്കുക. എന്താ അവന്മാരെ അടിക്കുന്ന കണ്ടില്ലേ? അവരെല്ലാം എഴുക്ക് അവരൊക്കെ പോയി കഴിഞ്ഞു. അടിച്ചോണ്ടിരിക്കടാ അവന്മാര്. ഇല്ലടാ എഴുക്കടാ എഴുക്ക്. അടിയിൽ എന്ത് ചെയ്യായിരുന്നു? അന്നു നിന്നെ കണ്ടതിൽ പിന്നെ അനുരാഗമെന്തെന്ന് ഞാനറിഞ്ഞു. വൃത്തികെട്ടവനെ പന്ന പയല് വൃത്തികേടായി. അയ്യോ അവരടുത്തെത്തി. പ്ലീസ് ഒന്ന് വേഗം ഓടിക്കോ. മറക്കാതെ ഞാൻ കഴിക്കും. ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല. മര്യാദയ്ക്ക് ആ പെണ്ണിനെ വിട്ടിട്ട് പോകുന്നത് നല്ലത്. ഇല്ലെങ്കിൽ ഒരെണ്ണത്തിനെ വെറുതെ വിടത്തില്ല. അതിങ്ങ എടുക്കടാ. അവൻ ഏതെടുത്ത് കൊടുക്കാൻ പറയുന്നു. നമ്മളവന്മാര് കൊല്ലൂടാ. ഇത് പൊക്കാനൊന്നും പറ്റത്തില്ല. അടുത്തേക്ക് ചെല്ല്. അവന്റെ തല അടിച്ചു പൊട്ടിച്ചടാ. അവൻ മാർക്കിട്ടറാ. ചത്താലുകളെ കൊടുക്കൂല. കാലിന് വീട് കുമ്പിട്ട് തൊഴുതാലും കൊടുക്കൂല. നമ്മളെ വിടുവാടാ. കുമ്പസരിച്ചാൽ വിടാൻ അവരെന്താ പള്ളിയിലെ അച്ഛന്മാരാണ്? ഗാങ്സ്റ്റേഴ്സ്. ഡെഡ് ബോഡി ആക്കി കളയോടാ. ഇവളെ ഇറക്കിട്ട് പോയാ നമുക്ക് ജീവിതം എൻജോയ് ചെയ്യാ അളിയാ. എൻജോയ് ചെയ്യാം. മിണ്ടാതിരിക്കടാ വെട്രി. ഇപ്പൊ വണ്ടി നിർത്തുന്നുണ്ടോ ഇല്ലയോ? നിർത്തടാ. എന്താടാ നീ പഠിച്ചവനല്ലേ? നീ തന്നെ ഇങ്ങനെ പറഞ്ഞാ എങ്ങനെയാടാ? നോക്കടാ അവരെങ്ങനെ ചേസ് ചെയ്യുന്നത് നോക്ക്. ഒരുത്തനെ വെറുതെ വിടത്തില്ല. വേഗം പോടാ വേഗം. ഫോണിലാണെങ്കിൽ ആരോ മിരട്ടിക്കൊണ്ടിരിക്കുക. പാവാടാ, നമ്മളെ വിശ്വസിച്ചാ വന്നിരിക്കുന്നേ. അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റുവാടാ നമുക്ക്? സുന്ദരിയാടാ. അപ്പോ നീ ലവ് ചെയ്യാണോ? ഇല്ലടാ. ഇവിടെ ഇങ്ങനെ ഇതുപോലെ വിട്ടിട്ട് പോയി അവരെന്താ ചെയ്യുന്നത് നിനക്ക് അറിയില്ലേ? വേഗം പോ. ഒന്ന് അടങ്ങടാ. വിട്ടിട്ട് പോകാനാ പറഞ്ഞത്. നിർത്തല്ലേ? ഇത് പുലിവാല് പിടിച്ച കഥയായില്ല അളിയാ. എടാ ബ്ലഡ് വരുന്നുണ്ട്. ആദ്യം ഹോസ്പിറ്റലിലേക്ക് പോവാ. വാ. എടാ വെട്രി ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്ന് വേഗം പോടാ വേഗം. എന്താടോ ഇനിയും തീർത്തില്ലേ? ചേട്ടാ ഇതാ ഞങ്ങള് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവളുണ്ട്. നമ്മുടെ കഥ ഞങ്ങള് കഴിച്ചോളാം. അവൾ അവസാനിപ്പിച്ചേ മതിയാവൂ. മനസ്സിലായോ? വെള്ളിയാഴ്ച രജിസ്ട്രേഷൻ, ശനിയും ഞായറും ലീവ്. മാർക്കറ്റിൽ എനിക്കുള്ള പേരെന്താണെന്ന് നിനക്കറിയില്ലേ? പറയുന്നത് ചെയ്യുന്ന ആളെന്ന്. ആ അതറിയാലോ. പറഞ്ഞേൽപ്പിച്ച ജോലി പറഞ്ഞ ദിവസത്തിൽ പറഞ്ഞ സമയത്ത് പെർഫെക്റ്റ് ആയിട്ടാ ഞാൻ ചെയ്യാറുള്ളത്. ഇവിടെയുള്ള പോലീസ് ഏമാമാരെല്ലാവരും മരിച്ചു പെരക്കിട്ടും കിട്ടാത്ത കൊടും ക്രിമിനലായി ഞാൻ. അതെനിക്ക് നന്നായി അറിയാം. കാര്യം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഒന്ന് വേഗം പോടാ.
അവന്മാരെ വണ്ടി കാണുന്നില്ലടാ. ഒന്ന് വണ്ടി നിർത്ത്. ബീർ അടിച്ചത് കാരണം വയറെല്ലാം ഫുള്ളായി. നീ നിർത്തിയില്ലെങ്കിൽ വണ്ടി നാറും. അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അവരെപ്പോ വേണമെങ്കിൽ ബാക്കിൽ വരും. മെയിൻ റോഡ് വഴി പോണ്ട, ഊട് വഴിയിലൂടെ പോ. അവരെങ്ങനെ വരും? ഊട് വഴിയിലൂടെയൊക്കെ പോയി എവിടെയെങ്കിലും പോയി കാര്യം സാധിച്ചിട്ട് ഇറങ്ങി വരാം. എങ്ങനെയുണ്ട് ഐഡിയ? നോക്കി വാ, ഡബിൾ റോഡാ, അവന്മാര് രക്ഷപ്പെടും. ചേട്ടാ ഞങ്ങൾ നോക്കുക. ആരാ? അമ്മയാടാ. ഫോൺ എടുത്ത് സംസാരിക്കേ. ഇന്ന് നിന്റെ ബർത്ത്ഡേയാ. വേണ്ട അളിയാ, നിർത്തടാ. മുള്ളാൻ മുട്ടിട്ട് വയ്യടാ അളിയാ. ഇപ്പൊ ആരാടാ? അച്ഛനാടാ. എടാ ഫോൺ എടുത്ത് സംസാരിക്കടാ. എടാ സംസാരിക്കേ. പ്രശ്നം അവരെടുത്ത് എന്താന്ന് പറ. 2 മിനിറ്റ് കൊണ്ട് തീരും. വേണ്ട, അച്ഛൻ്റെ അടുത്ത് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. നമുക്ക് നോക്കാം. അടുത്തുള്ള ഗ്രാമത്തിൽ എവിടെങ്കിലും കേട്ടടാ. അകത്ത് പോയി മൂത്രം ഒഴിച്ചിട്ട് പിന്നെ വണ്ടി കേറാളാ. ഇവിടെ ഒരു റോഡ് മാത്രമേ ഉള്ളൂ. ബാക്കിൽ വരുന്നവരുടെ അടുത്ത് നമ്മൾ കുടിയും കഴിഞ്ഞാലുണ്ടല്ലോ. എടാ എന്റെ ടാങ്ക് ഇവിടെ നിറഞ്ഞു കഴിയാൻ പോവുകണ്ട. അയ്യോ, അതാദ്യം മനസ്സിലാക്കടാ. നിർത്തടാ, നിർത്താൻ പറടാ അളിയാ അവനെ. ചക്കരെ നീ ഒന്ന് പറ ചക്കടു, എന്നാലേ നിർത്തുവോ. അയ്യോ, ഇതിപ്പോ തന്നെ വരും തോന്നുന്ന അളിയാ. എനിക്ക് മുള്ളാൻ പോണെന്ന് പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും വായി തുറക്കുന്നില്ലല്ലോടാ. ഞങ്ങള് വാ തുറന്നു തരണോ നിനക്ക് മൂത്രം ഒഴിക്കാനായിട്ട്? ഇതിപ്പോ ഒരങ്ങനെ ഉണ്ടായോ? ബെറ്ററി ആ സൈഡിലോട്ട് ഒന്ന് ഒതുക്കടാ. ഒന്നല്ലടാ, 2-3 കൂടി ചേർന്ന് വരുന്നു തോന്നുന്നേ. നിനക്കെന്താടാ? ഞാൻ ഇന്ത്യക്കാരനാ, വേറെ ഒന്നിനും ഒരുമയില്ല. പക്ഷെ ഇതിലാണെങ്കിൽ നല്ല ഒരുമയാ. എക്സ്ക്യൂസ് മീ. ഏയ് എന്താടാ? എനിക്കും വരുന്നുണ്ട്, ഞാനും പോവുക. അളിയാ, വണ്ടിയിൽ ബീറുണ്ട്, ജിന്നുണ്ട്, വിസ്കി ഉണ്ട്, റമ്മുണ്ട്. നിനക്ക് ജിന്നാണെങ്കിൽ നീ റമ്മിന്റെ സൈഡ് വരാൻ പാടില്ല. പിന്നെ നിനക്ക് സെറ്റ് ആവില്ല, ആകപ്പാടെ കൊളാവും. എന്താടാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയില് ചരക്കൊന്നേ ഉള്ളൂ. ഞാൻ നോക്കുമ്പോ നീ ടെൻഷൻ ആവരുത്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഉഷാറാക്കിയാലോ? അതല്ലടാ അളിയാ, നിനക്ക് മാത്രമല്ല നമ്മൾ 4 പേർക്കോ. അതുകൊണ്ടാ ബീറ്, ജിന്ന്, വിസ്കി, റമ്മെന്ന് 4 ചേർത്ത് പറഞ്ഞതാ മടയാ. അളിയാ, അവള് പോലീസ് കംപ്ലൈന്റ് ചെയ്യില്ല. അയ്യ അമ്മ, അടിപൊളി കാര്യമാടാ ഇത്. ആ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോ മൂത്രം പോലും പോണില്ലടാ. അവളുടെ പേര് കേട്ടിരിക്കാമായിരുന്നു. അവളുടെ പേരാണ് ഇപ്പൊ ആവശ്യം. ആർത്തിയായാലേ പണി കിട്ടും. ഒപ്പിച്ചെടുത്തടാ. അത് തന്നെ എന്തരെന്ന് മരത്തലയെ അങ്ങോട്ട് നോക്കിയിട്ട് നീ പറ. നീ എന്ത് ഒലക്കേടാ പറയുന്നത്? ഞാനൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ എപ്പോഴേ യൂട്ടെന്ന് അടിച്ചേനെ. ബട്ട് ഈ ഒരു സാഹചര്യത്തില് നിങ്ങളെ കണ്ടതില് ദൈവത്തിന് നന്ദി പറയണം. സാഹചര്യമൊന്നും നീ പറഞ്ഞില്ലേ? ആക്ച്വലി ഞങ്ങൾ എന്തിനാ ഡിസ്കോത്തേക്ക് വന്നതെന്നറിയോ? രാത്രി ബർത്ത്ഡേ പാർട്ടി സെലിബ്രേറ്റ് ചെയ്തിട്ട് നേരം വെളുക്കുന്നതിന് മുമ്പ് എൻ്റെ അമ്മയടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കണമെന്ന് വിചാരിച്ചു ഞാൻ. പക്ഷെ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇത്രയും ദൂരം ഒരു പെണ്ണിന് വേണ്ടി ട്രാവൽ ചെയ്ത് വന്നിരിക്കുക. ഇനി എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, നിനക്ക് വേണ്ടി എന്തും ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു ഞാൻ. ഇല്ലല്ല, ഇത് അവരുടെ കാറല്ല, വേറെ കാറാ. ഡോണ്ട് വറി. കണ്ടില്ലേ, എനിക്കെൻ്റെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ജീവനാ. അവരുടെ ജീവനും കൂടി ചേർത്ത് പണയം വെച്ചിട്ടുണ്ട് ഞാൻ. പറ, എന്താ നിന്റെ പ്രശ്നം?
അത് ശരി, നിനക്ക് അങ്ങോട്ടാ പോണ്ടേ? ചിത്രദുർഗ കഴിഞ്ഞ് ഹൂബ്ലിക്ക് പോകണം. ഹൂബ്ലി ഇവിടെ ഉണ്ട്. നിർത്തടാ വണ്ടി. പാടില്ല. നിൽക്കാനാ പറഞ്ഞത്. മര്യാദക്ക് ഞാൻ പറഞ്ഞേക്ക്. എന്താടാ രാത്രി മുഴുവൻ വെറുതെ വണ്ടി ഓടിച്ച് കളിക്കുക? അവളുടെ തലയേർത്തിട്ട് ആ ഫയൽ ക്ലോസ് ചെയ്യാൻ പറയുമ്പോ ഇപ്പൊ ചെയ്യാന്നും പറഞ്ഞ് നീ എന്നെ കളിപ്പിക്ക? അല്ല മഹാരാജ്, ചേസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചെറിയ പരിക്ക് വരും. നിന്നെ ഏൽപ്പിച്ച ജോലി നിനക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാൻ വരേണ്ടി വരും. അല്ല പിന്നെ നമ്മൾ ഈ ബോർഡർ ക്രോസിംഗ്, ടെററിസം, മർഡർ, ഹവാല തുടങ്ങിയ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പിള്ളേര് നമുക്ക് പണിയുണ്ടാക്കുന്ന തോന്നുന്നത്. ഇപ്പൊ തന്നെ ഒരു 1000 കേസോളം നമ്മുടെ പേരിലുണ്ട്. അതിന്റെ കൂടെ ഇത് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാവരും ഗവൺമെന്റിനോടാ ജോലി ചോദിക്കുന്നത്. പക്ഷെ നമ്മളോ ഗവൺമെന്റിന് തന്നെ ജോലി കൊടുത്ത് അവരെ ഓടിച്ചോണ്ടിരിക്കല്ലേ. ലെഫ്റ്റിലേക്ക് പോടാ. എങ്ങനെയാടാ മിസ്സായത്? എവിടെ കടാ പോയത്? അറിയില്ല ഏട്ടാ. നിർത്തടാ. തുമ്പിക്കൈയിലമർന്ന മുൻകലശവും മറ്റുള്ള കൈവത്തിൽ നാരങ്ങാകതയും കരിമ്പ് നിമിഷം ഫോണടിക്കുന്നു. ചേട്ടാ. എന്താ ഗോപാൽ? ചേട്ടാ, ചേട്ടൻ വേണോ ഇപ്പൊ എന്നെ രക്ഷപ്പെടുത്താൻ? എന്താ കാര്യം പറ. ആ കാർ എവിടേക്ക് പോയെന്ന് അറിയില്ല. നീ എന്തായി പറയുന്നേ? മഹാരാജൻ അറിഞ്ഞ. നീ ഇപ്പൊ എവിടെ ഉള്ളത്? മേലൂരിനും പള്ളികൊണ്ടേക്കും നടുവിലാണുള്ളത്. നീ അവിടെ തന്നെ ഇരിക്കെ. ഒരു 10 മിനിറ്റ് ഞാൻ വിളിക്കാം. $944775332. ഈ നമ്പർ എവിടെയാണെന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് പറയും. 10 മിനിറ്റ് എടുക്കും, ഒന്ന് വെയിറ്റ് ചെയ്യൂ. സാരമില്ല, പറയേ. ചേട്ടാ, ആ വണ്ടി പള്ളികൊണ്ട ടോൾ ഗേറ്റിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരി ചേട്ടാ. വണ്ടി എടുക്കടാ, ഒന്ന് വേഗം എടുക്കടാ. ടോള് വന്നടാ, നല്ല ഗ്യാപ്പ്. അളിയ, ഇതാണ് ബെസ്റ്റ് ചാൻസ്. നമ്മൾ അങ്ങനെ യു ടേൺ അടിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. എടാ അളിയ, അവരെടുത്തുള്ള നെറ്റ്വർക്കിന് ഈ നേരത്തിന് അവർ നമ്മളെ ബാക്കിൽ വന്നിട്ടുണ്ടാവണം. നമുക്ക് പണിയും കിട്ടിയിട്ടുണ്ടാവും. വണ്ടി അവിടെ നിൽക്കുന്നു. എല്ലാരും ഇറങ്ങ്. വാ 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 വാ. ഓ, വേഗം പോ. ഒരുത്തനെ വെറുതെ വിടരുത്. വേഗം പോടാ പോടാ.
പോകാനല്ലേ പറഞ്ഞത്? ഒന്ന് വേഗം പോടാ. റേസ് എന്നോടാ നീയൊക്കെ കാണിക്കുന്നത്? ഞങ്ങൾ അടുത്ത് തന്നെ എത്തിയടാ. ചെല്ല് വിടരുത്. ഒന്ന് വേഗം പോടാ. എവിടെ പോയടാ അവന്മാര്? റൈറ്റിലോട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. ദൈവമേ രക്ഷപ്പെട്ടു. എടാ ഇന്ന് എത്ര നേരം എങ്ങനെ പോവുക? ഗുഡ് ക്വസ്റ്റ്യൻ. ഈ റോഡ് എങ്ങോട്ടാ പോകുന്നേ? ഇത് ബോംബെ ഡൽഹി വരെ പോകുന്നുണ്ട്. അപ്പൊ ഡൽഹി വരെ അഡ്വഞ്ചർ ആണ്. അഡ്വഞ്ചർ നമ്മുടെ പ്രശ്നം പറ. അല്ല നിനക്കെന്താ കുഴപ്പം? എടാ നാളെ എനിക്ക് എക്സാം ഉണ്ട്. IAS എക്സാം ആണല്ലോ. IAS പരീക്ഷയ്ക്കൊക്കെ അരിയർ വെക്കാം, പക്ഷെ അഡ്വഞ്ചറിൽ അരിയർ വെക്കാൻ പാടില്ല. എവിടെ ഒരുത്തിക്ക് വേണ്ടി അരിയർ വെച്ചിട്ട് എന്റെ ലൈഫ് ഞാനെന്താ സ്പോയിൽ ചെയ്യണ്ടേ? കാർ നിർത്ത്. അയ്യോടാ എടാ അവള് പറഞ്ഞു വണ്ടി നിർത്ത്. ഇവിടെ നിർത്തണമെന്നോ? നോ ഇവിടെ ഇല്ല. ഏതെങ്കിലും ഹോട്ടലില് അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റ് റൂമില്. ഓ അപ്പോ നിന്റെ അർജന്റിന് വേണ്ടിയാണ് നിർത്താൻ പറഞ്ഞല്ലേ? പിന്നെ അപ്പൊ നമ്മുടെ അർജന്റിന് വേണ്ടി നിർത്തി. ഇപ്പൊ ഇവളുടെ അർജന്റിന് വേണ്ടി നിർത്തണ്ടേ അളിയാ? സൂപ്പർ ആയിട്ടുണ്ടളിയാ. താങ്ക്സ്. എടാ നീ വണ്ടി എടുത്തിട്ട് ഏതെങ്കിലും ബസ് സ്റ്റോപ്പിലേക്ക് നിർത്തടാ. ഇവരുടെ അർജന്റ് ഒക്കെ എവിടെയെങ്കിലും നിർത്തി തൊലക്കിട്ട് നമുക്ക് പോവാടാ. പ്ലീസ് വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. അവരിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പ്ലീസ് വെട്രി, നിങ്ങൾ വേണം എന്നെ രക്ഷിക്കാൻ. പ്ലീസ് നിങ്ങൾ. അപ്പോ ലൈഫ് മൊത്തം അവൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കണോ? അങ്ങോട്ട് നോക്കടാ. So nice of you, Vetri. നമുക്ക് ഫുട്പാത്ത്, അവക്ക് റെസ്റ്റോറന്റ്. കൊള്ളാം. മനസ്സിലായി. നീ പറയുന്ന പച്ചയായിട്ട് മനസ്സിലായി. ഞാൻ ബോട്ടിൽ എടുക്കട്ടെ. എന്നാ പിടി എനിക്കും. ഇപ്പോഴും ഒരു പ്രശ്നമില്ല. ഇവളെ ഇവിടെ തന്നെ വിട്ടിട്ട് നമുക്കങ്ങ് എസ്കേപ്പ് ആവാം. എന്താണ് നീ പറയുന്നേ? നമ്മളെ വിശ്വസിച്ച് വന്നവളെ റോഡിൽ വിട്ടിട്ട് പോകാനാണോ പറയുന്നേ? നീ എന്താ ലവ് ചെയ്യുന്നുണ്ടോടാ? അതെടാ, എനിക്ക് അങ്ങനെ അറിയുന്നത്. അങ്ങനൊന്നും ഇല്ലടാ. എടാ വേണ്ടടാ, നീ അവളെ രക്ഷിച്ചേ പറ്റുമെന്ന് വിചാരിക്കുന്നു. അവന്മാര് കൊന്നേ പറ്റുന്ന വിചാരിക്കുന്നു. നടുവില് ഞങ്ങളും. തല്ല് മേടിക്കാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ? അറിയില്ല, പക്ഷേ ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ചിയേഴ്സ്. വേഗം ഓടിക്ക, പ്ലീസ് വേഗം ഓടിക്ക. ടൈം ആയടാ, ഒന്ന് പോടാ. അവന്മാര് വന്ന് തൊലയ്ക്കും. ഡാ വെട്രി, ഒന്ന് അവളെ വിളിക്കടാ. ഡാ പോടാ. എക്സ്ക്യൂസ് മീ, ഐശ്വര്യ. പുറകോട്ടെടുക്ക്.
പോ പിന്നിലേക്ക് പോ. ആ വണ്ടി എവിടെ നിൽക്കുന്നെന്ന് കണ്ടില്ലേ? വിടരുത്. ഞാൻ അങ്ങോട്ട് വരാം. ഐശ്വര്യ എന്റെ കൈ പിടിച്ചോ. പിടിക്ക്. പിടിക്ക്. ഐശ്വര്യ വണ്ടി കയറി. വണ്ടി എടുക്കണം. വണ്ടി എടുക്ക. വേഗം എടുക്ക. വേഗം പോടാ. എന്താടാ എന്താ പറ്റിയത്? ചേട്ടാ എന്താണെന്ന് അറിയില്ല. എന്താടാ പറ്റിയത്? ഒരു മിനിറ്റ് ആണ് നോക്കട്ടെ. നീയൊക്കെ എവിടെ പോയാലും ഞാൻ വെറുതെ വിടില്ല. വിടില്ലടാ അവര്, തീർച്ചയായിട്ടും വിടില്ല. വണ്ടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ ഇവളുടെ കാര്യം ഓർത്ത്. എന്താടാ നീ പറയുന്നത്? ഏയ് നമ്മളൊക്കെ കിട്ടിക്കഴിഞ്ഞ കണ്ട തുണ്ടാക്കി പീസാക്കടാ. നമ്മൾ എന്തിനാടാ ചാവണ്ട്? ഇവളെ പിടിച്ച് പുറത്താക്കിയാ മതി. എന്താടി നോക്കുന്നത്? എന്തടി നിനക്ക് എവിടെയാ പോണ്ടേ? എവിടെ ഇറങ്ങിയാലും നിനക്ക് സേഫ്റ്റി പറ. ചിത്രദുർഗ കഴിഞ്ഞ് ഹൂബ്ലി. അവൾ എന്നോട് പറഞ്ഞതല്ല. കൺഫേം. ഞാൻ വിചാരിച്ചത് കൺഫേം ഇത് ലവാണ്. അവള് നിന്റെ അടുത്ത് പറഞ്ഞോ? ഏതൂര്? ഹൂബ്ലി. ഹൂബ്ലി എന്താ അടുത്താണോ ഉള്ളത്? ഇവൾക്ക് വേണ്ടി അത്ര ദൂരം ഒന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇത് വേണ്ട അളിയാ. അടുത്ത പോയിന്റിലേക്ക് നിർത്താം. ഇറങ്ങിക്കോ. ചുമ്മാ പ്ലീസ്, ഇത്ര നേരം നിങ്ങൾ എന്നെ രക്ഷിച്ചു. ഇനി കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. പ്ലീസ് വെട്രി, എന്നെ അവിടെ വിട്ടേക്കൂ. ഞാൻ നിങ്ങളെല്ലാവരെയും ലൈഫ് ലോങ് ഒരിക്കലും മറക്കില്ല. നിന്റെ ലൈഫിന് വേണ്ടി ഞങ്ങളുടെ ലൈഫ് ട്രാപ്പിലാക്കണോ? ഏത് നാടാണ്? ഏതിനാ എവിടെന്നാ വന്നേ? എന്തിനാ വന്നേ? ഇതൊന്നും എനിക്ക് അറിയില്ലടാ. ഒരിനാണെങ്കിൽ ചേസ് ചെയ്തോണ്ടിരിക്കുക, വേറൊരുത്തനാണെങ്കിൽ ഫോണിലും മിരട്ടിക്കൊണ്ടിരിക്കുക. കുറെ റൗഡികൾ ചേർന്ന് കൊല്ലാൻ വരിക. ഇത് വലിയ ടോർച്ചറാണ്. ഇതല്ലാതെ നിങ്ങളും കൂടി ടോർച്ചർ ചെയ്യാ. നിങ്ങൾ എന്താ സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്നേ? പക്ഷേ ഞാൻ മനസ്സിലായി. ഞാൻ പഠിക്കുന്ന പഠിപ്പ്, ഞാൻ ജീവിക്കുന്ന ഈ ജീവിതം, ഇതൊക്കെ നിന്നെ കൊണ്ടല്ലേ? സന്തോഷമായ നേരത്തിൽ മാത്രം കൂടെ നിൽക്കുന്നത് അത് ഫ്രണ്ട്ഷിപ്പ് അല്ലടാ. എപ്പോ നീ ഇതുപോലെ ഒരു തീരുമാനം എടുത്തോ, ഇനി എന്റെ ജീവനുള്ളത് വരെ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവടാ. അളിയാ, ഞാനൊന്ന് പറയട്ടെ. ഞങ്ങളൊക്കെ സംസാരിച്ച് ഔട്ട് ഗോയിങ് ആയി. നീ ഒന്നും മിണ്ടാതെ ഐശ്വര്യ ഇൻകമിങ് ആക്കിയല്ലേ? നീ എപ്പോ ഐശ്വര്യ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിപ്പിച്ചോ അപ്പോഴേ ഞാൻ കൺഫേം ചെയ്ത് ഇത് ലവ് ആണെന്ന്. ഇനി ഞങ്ങളെല്ലാരും ബാക്കപ്പ് ആണ്. എടാ, 50 kg താജ്മഹലാണ് നീ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇനി എൻജോയ് മച്ചാ, എൻജോയ്.
വേഗം 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 പോ. ഇടിക്ക് ആ കാർ ഇടിക്ക്. പോ വേഗം അടുത്തേക്ക് പോ. വണ്ടി നിർത്താനാ പറഞ്ഞത്. വണ്ടി നിർത്തണം. നിർത്താൻ സിഗരറ്റ് താടാ. ഒരെണ്ണത്തിനെ വെറുതെ കൊടുത്തില്ല. വേഗം പോ വേഗം. മര്യാദയ്ക്ക് അവളെ വിട്ടിട്ട് പോ. അതാ നിനക്കൊക്കെ നല്ലത്. വിട്ടിട്ട് പോവാൻ. വണ്ടി ഇടിക്കടാ. ഇടിക്ക്. ഒരെണ്ണം രക്ഷപ്പെടരുത്. ഇടിക്കടാ. ലെഫ്റ്റ് അടിക്ക്. വേഗം പോടാ. വേഗം പോവാൻ. എന്താടാ ഇത്? ഇങ്ങനെയാണോടാ വണ്ടി ഓടിക്കുന്നേ? വേഗം വേഗം പോടാ. വിടരുത്. വേഗം. എന്താടാ നീ ഇങ്ങനെ? പോ വേഗം പോ. ബ്രിഡ്ജ് ഇറങ്ങുന്നതിനുള്ളിൽ അവന്മാരെ ഇടിച്ചേക്കണം. പറഞ്ഞേക്കാം. ആ പിന്നാലെ വന്നവരെ കാണുന്നില്ല. എന്ത് സത്യം പറഞ്ഞ വണ്ടി അങ്ങ് നിൽക്കൂ. ഇത് ഭയങ്കര സംഭവമാണ്. അവന്മാരെ കിട്ടിയ നമ്മളെ കൊത്തി അരിഞ്ഞ് കറിക്കിടും. നീ എഞ്ചിൻ ഓഫ് ചെയ്തോ? ഡീസൽ തീർന്നു പോയടാ. ഒന്ന് മിണ്ടായിരിക്കാമോ? ഡീസൽ തീർന്നു? ഡേയ് നീ എന്തുകൂടാ ഡബ് ആൻഷ് ചെയ്ത് കളിക്കുന്ന? ചുമ്മാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് വണ്ടി തള്ളാൻ നോക്ക്. പോ. അത് നമുക്ക് വണ്ടി മറിച്ച് വെക്കാം. പോ. ഇറങ്ങടാ. എന്ത് കഷ്ടം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഫുൾ ടാങ്ക് അടിക്കാന്ന്. വഴി വെച്ച് ഡീസൽ ഡ്രൈവർമാര് സമ്മതിച്ചാലേ. ഒടുക്കത്തെ വെയിറ്റാണേ. മതിയാ. തളർന്നു. അയ്യോ ഇപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഡീസൽ ഇടാൻ പോലും മറന്നുപോയി. ശരി, നിങ്ങൾ പൊക്കോ. ഞാൻ പോകുന്ന വഴി ക്യാൻ എടുത്തിട്ട് ഡീസൽ നിറച്ചോണ്ട് വരാം. ഓക്കെ അല്ലേ? എന്തോ ഇവര് പോവല്ലേ കൂടെ ഇവരാളും. ഡാ നിങ്ങൾ എൻജോയ് ചെയ്യാൻ ഞങ്ങളാണോ ബലിയാട്? അവരുടെ കണ്ണിലങ്ങം പെട്ടാലേ ഇവിടെ വെച്ച് തന്നെ കൊല്ലു നടന്നു. ഞാൻ പോവാ. നിങ്ങൾ അവിടെ നിക്ക്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. എടാ ഞാൻ പറയുന്നത് നീ കേക്ക്. ഞാൻ പോവാം. ഞാൻ തന്നെ പോവാടാ. സൂക്ഷിച്ചു പോ. ഈ ബ്രിഡ്ജ് തന്നെ. കേറ്, മേളിലോട്ട് കേറ്. വേഗം കേറ്. എടാ ഒന്ന് വേഗം പോവാൻ. ഒന്നുകൂടെ വേഗത്തിൽ. രാത്രി ബർത്ത്ഡേ ഒക്കെ അടിച്ചു പൊളിച്ചിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ഞാൻ ഉടനെ അവന് കുറച്ച് ഡിസ്കോ കാണാൻ പോണം. അവിടെ ചെന്നതിന് ശേഷം തോന്നി അവളെയും പൊക്കിക്കൊണ്ട് ത്രില്ലിംഗ് ആയിട്ടും കറങ്ങുക. അവളെ വിടാൻ പറഞ്ഞ വിടത്തുമില്ല. ഡീസൽ ഓടി തീർന്ന് നടുറോട്ടിൽ ഇതാ ഇങ്ങനെ കുത്തിയിരിക്കുന്നു. നടുറോട്ടിലില്ല, ചുടുകാട്ടിലായിരിക്കുന്നേ. രണ്ട് ശരി എന്നടേ. അയ്യോ പാവം.
ഓ എന്റെ ഈശ്വരാ. കണ്ടില്ലേ ആ കൂട്ടത്തിൽ ഒരുത്തനായവൻ നമ്മുടെ മുമ്പിൽ ഒറ്റയ്ക്ക്. ഡേയ്, ആ പെങ്കൊച്ചിനെ അടിച്ചോണ്ട് പോയിട്ട് നീയൊക്കെ ചേർന്നപ്പോ എന്തൊരു സീൻ കാണിക്കും. ഇപ്പൊ ഒന്ന് കാണിക്കടാ. എന്തോ സ്റ്റൈലായിരുന്നു, എന്തോ ചേസിങ് ആയിരുന്നടാ. കട്ടിങ് വേറെ. ഓ കൊള്ളായിരുന്നു. എടാ ആ ചെറുക്കനെ നല്ല അടിപൊളിയായിട്ടാ വണ്ടി ഓടിച്ചത്. നിന്റെ കഴുത്ത് ഞാൻ അറക്കും. പറ, എവിടെയാടാ അവള്? ഞാൻ പറയില്ല. മര്യാദക്ക് പറയാൻ പറയടാ. നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെയാടാ? ഞാൻ പറയില്ല. പറഞ്ഞില്ലേ നിന്നെ വിടില്ല. നിങ്ങൾ എന്ത് വേണം ചെയ്തോ, എന്റെ ഫ്രണ്ട്സ് എവിടെയുള്ളത് ഞാൻ പറയില്ല. അതിങ്ങ എടുത്തേ. നല്ല ധൈര്യമുള്ളവനാ നീ. നീ ഒരു വീരനാടാ. ഏയ് ഗണേശേ, വീഡിയോ എടുക്കടാ. ശരിയേട്ടാ. മഹാരാജന് ഫോൺ ചെയ്യടാ. ഫോൺ എടുക്കടാ. ചേട്ടാ, റിംഗ് പോകുന്നുണ്ട്. മഹാരാജ് കഴിഞ്ഞില്ലടാ. 4-1 ഡീസൽ ഇല്ലാതെ നമ്മുടെ അടുത്ത് ഒന്ന് കുടുങ്ങിയിരിക്കുക. പറഞ്ഞാ വിശ്വസിക്കത്തില്ല. എത്ര അങ്ങോട്ട് അടിച്ചിട്ടും അവനൊരു കൂസലും ഇല്ലെന്നേ. കൂട്ടുകാരിരിക്കുന്ന സ്ഥലം അവൻ പറയില്ലെന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് അഭിപ്രായം പറയൂ മഹാരാജ്. എന്റെ ജീവൻ പോലും ഞാൻ പറയില്ല. ഞാൻ പറയില്ല. ഇപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അത് ഞാൻ പറഞ്ഞുതരാം. പാവം, അവൻ ഡീസൽ അന്വേഷിച്ചല്ലേ വന്നത്. ആ വീഡിയോ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണമുണ്ടാവും. ആരാ? അയാളാ. വാട്സാപ്പില് വോയിസ് നോട്ട് അയച്ചിരിക്കുന്നു. ഓപ്പൺ ചെയ്. ഫോൺ ചെയ്താ എടുക്കില്ല, മെസ്സേജ് അയച്ചാൽ നോക്കില്ല. വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് എടുത്തല്ലോ. എന്റെ വോയിസ് നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഒരു സൂപ്പർ ട്രെയിലർ അയച്ചിട്ടുണ്ട്. മോളത് കണ്ടിട്ടൊരു ലൈക്ക് കൊടുത്തേക്ക്. ഏറ്റവും പുതിയ ട്രെയിലറാ ഐഷു. അത് കണ്ടില്ലെങ്കിൽ വല്ലാത്ത നഷ്ടാവും. നമ്മളിപ്പോ എന്ത് ചെയ്യൂടാ? ഹലോ, എന്താ മോളെ ഫാസ്റ്റ് ഇറങ്ങിൽ എന്നെ കോൾ എടുത്തേ? വീഡിയോ കണ്ട് വല്ലാതെ അങ്ങ് പേടിച്ചു പോയോ? ട്രെയിലർ എങ്ങനെയുണ്ട്? ഇനി മോൾക്ക് പടം മുഴുവനും കാണണോ? വേണമെങ്കിൽ അതും തരാം. കാണ്, എന്നിട്ട് കുറച്ച് ലൈക്ക് അങ്ങോട്ട് കൊടുക്ക. എനിക്ക് എന്തായാലും കുഴപ്പമില്ല.
പാടില്ല, പക്ഷെ ഉമ്മനെ നീ ഒരുത്തരും വിടാൻ പാടില്ല. ഇവരെല്ലാത്തിനും കൊല്ലണം വെട്ടി. ആരാന്ന് പറ. രോഹന്റെ അമ്മയാടാ. രോഹന്റെ അമ്മയോ? എന്തെങ്കിലും സംസാരിച്ച് എന്തെങ്കിലും ചെയ്യടാ. കോളെടുത്ത് സംസാരിക്കടാ. എന്താടാ? എന്താ ഞാൻ സംസാരിക്കണ്ടേ? ഹലോ വെട്രി. അമ്മ. രോഹൻ, അയ്യോ ഞാൻ മറന്നുപോയി. ഇന്ന് നിന്റെ പിറന്നാളല്ലേ മോനെ. മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ മോനെ. രോഹനും നീയും ഒരേപോലെയാ എനിക്ക്. രണ്ടുപേരെയും വ്യത്യസ്തരായി കാണാനേ പറ്റില്ല. രണ്ടുപേരും എന്റെ മക്കളല്ലേ. അല്ല, പാർട്ടിയൊക്കെ നന്നായി ആഘോഷിച്ചിരുന്നോ? നീ 100 വയസ്സ് വരെ നന്നായി ജീവിക്കണം. അല്ല, രോഹന്റെ ഫോൺ എന്താ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നേ? അതെ അമ്മ, കുറച്ചു മുമ്പ് ചാർജ് ഇല്ലെന്ന് പറഞ്ഞ് അവൻ പറഞ്ഞായിരുന്നു. അല്ലേടാ? അതേടാ. എന്താടാ, നിങ്ങളുടെ സെലിബ്രേഷൻ എല്ലാം കഴിഞ്ഞോ അതോ ഇനിയുണ്ടോ? എല്ലാം തീർന്നു. എല്ലാം തീർന്നതുപോലെ അമ്മ. വെട്രി, അവനെ വേഗം ഒന്ന് അയക്കടാ. നാളെ അവന് എക്സാം ഉള്ളതല്ലേ. ശരി അമ്മ. എന്റെ മോൻ പഠിപ്പിന് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്കും. നിന്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടപ്പോ നോക്ക്. നാളെ പരീക്ഷയായിട്ട് കൂടി പഠിപ്പെല്ലാം മാറ്റിവെച്ച് നിന്റെ കൂടെ വന്നു വെച്ചാ നിന്നോട് എത്ര മാത്രം സ്നേഹം ഉണ്ടായിരിക്കണം. അല്ല മോനെ, എന്താ അവൻ ചെയ്യുന്നേ? ഫോൺ അവന്റെ കൊടുത്തേ. ഫോൺ അവന്റെ അടുത്ത് ഇപ്പൊ കൊടുക്കാൻ പറ്റില്ല. എന്താ മോനെ, അവനിപ്പോ നിന്റെ അടുത്തില്ലേ? അതെ അമ്മേ, അവന്റെ അടുത്ത് ചാർജ് ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചാർജ് ഇടാൻ പോയിരിക്കാമേ. ശരി മോനെ, അവൻ വന്നാ എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ പറയണേ. പറയാമേ. ശരി മോനെ, എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ. തരുമേ. നീ കാര്യം പറഞ്ഞോ? എങ്ങനെയാടാ ഇതൊക്കെ പറയാ? അവൻ വരുമെന്ന് കാത്തിരിക്കുന്ന അമ്മയടുത്ത് ഇനി വരത്തേ ഇല്ലെന്ന് എങ്ങനെയാടാ അവരോട് പറയാ? അവരുടെ മകന്റെ മുഖം പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കത്തിച്ച് ചാമ്പലാക്കുന്ന എങ്ങനെയാണ് ഞാൻ അവരോട് പോയി പറയുന്നേ? ഇനി പറഞ്ഞ അവരെ കൊണ്ട് ഇതൊക്കെ താങ്ങാൻ പറ്റൂടാ? ദൈവമേ, അവരെന്നെ വിശ്വസിച്ചല്ലടാ എന്നോട് പറഞ്ഞു വിട്ടേ. അവൻ മരിച്ചതിന് കാരണം ഞാനാടാ. അവന് ജീവൻ പോകുന്നതിന് വരെ എന്റെ ജീവൻ പോയാ മതി. നീ എന്തിനു ചാകണം? നീയാ കാരണം. നിൽക്കുന്നില്ലേ ഇവളാ എല്ലാത്തിനും കാരണം. അതേടാ, ഇവളാണ് എല്ലാത്തിനും കാരണം. ഇവളാണ്. എടീ, ആരടി നീ? എന്തിനാണ് ഞങ്ങളെ കണ്ടത്? എന്തിനാ ഞങ്ങളുടെ കാറിൽ കയറി ഞങ്ങളെ ഇങ്ങനെ? ഞങ്ങളുടെ ജീവന്റെ ജീവനായിരുന്നു അവൻ. കൂട്ടുകാർക്ക് ജീവൻ കൊടുക്കുമെന്ന് പറഞ്ഞ അവന്റെ ജീവൻ നീയായിട്ട് കൊടുത്തില്ലേ? ഞാൻ പഠിക്കുന്ന പഠിപ്പ്, ജീവിക്കുന്ന ജീവിതം എല്ലാം നീ കാരണമാണെന്ന് നീ പറഞ്ഞില്ലേ? ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ജീവൻ പോലും പണയം വെച്ചല്ലോടാ.
ഇനി അവരുടെ അമ്മ വീണ്ടും ഫോൺ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താടാ പറയാ? എന്താടാ പറയാ? എല്ലാം കേട്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ എന്താടി ലോകത്തിൽ നടക്കാത്ത നിന്റെ കഥ? വായ തുറന്ന് പറഞ്ഞു തൊലക്കടി. തുടക്കത്തിൽ നിന്നോട് ഞങ്ങൾ ചോദിച്ചല്ലേ എങ്കിൽ ഇങ്ങനെ സംഭവിക്കായിരുന്നോ? ഇപ്പൊ ഞങ്ങളുടെ ചങ്കര കൊന്നില്ലേ? മനസമാധാനത്തോടെ കഴിഞ്ഞത് ഞങ്ങള് ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ഇല്ലാതാക്കിയില്ലേടി. നിന്നെ അങ്ങനെ കൊന്നു കളഞ്ഞത് എന്താടി? എന്താ നിന്റെ പ്രശ്നം? എന്തിനാ അവര് നിന്റെ പുറകെ വരുന്നേ? പറയാ പറഞ്ഞു തൊലക്കടി. പറയാൻ പോകുന്നുണ്ടോ ഇല്ലേ? പറ പറ. ഇവള് പറയില്ലടാ അലിയ. ഇവള് പോലീസേ വേണ്ടെന്ന് പറഞ്ഞാലോ അല്ലേ? പോലീസേ വേണ്ടെന്ന് പറയണെങ്കിൽ ഇവളുടെ ക്യാരക്ടർ എത്ര മോശമായിരിക്കണം. വലിയ ഗുണ്ടകൾ ഇവളെ പുറകെ വരുന്നുണ്ടെങ്കിൽ ഇതിലെന്തോ കാര്യമുണ്ട്. ഇവളെ അത് പെൺവാണിഭ സംഘത്തിൽ അങ്ങനെ പെട്ടതായിരിക്കും. മോശമായിട്ട് സംസാരിച്ചിട്ട് അവള് വായ തുറക്കുന്നില്ല. എടീ, ഒരു ജീവനെ കൊന്നിട്ട് ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നല്ലോ. നീയൊക്കെ ഒരു മനുഷ്യജന്മാണോടി? ഇല്ലടാ, മൃഗം. ഇവളുണ്ടല്ലോ നമ്മളെ കൊണ്ടേ പോകൂ. അതേടാ, ഇവളൊക്കെ കൂടെ പിറന്നവന്റെ കൂടെ തന്നെ കൂടെ കിടന്നിട്ടുണ്ടോ? നാണം കെട്ട സാധനം. ഞാൻ മിണ്ടാതിരിക്കുന്നതിനർത്ഥം അപമാനമല്ല. എന്താ പറഞ്ഞ? എന്താ നിങ്ങൾ പറഞ്ഞ? എനിക്ക് സംഭവിച്ചതിനേക്കാളും സഹിക്കാൻ പറ്റാത്തതായത്. അതെ, സഹിക്കാൻ പറ്റാത്ത അപമാനം. അറിയോ? എന്തോന്നാ? എന്താ ഈ കഥ? ഓവറായി ബിൽഡപ്പ് ചെയ്യുന്നു. പറഞ്ഞു തൊലക്കടി. അച്ഛൻ, അമ്മ, എന്റെ അനിയത്തി, അങ്ങനെ ഞങ്ങള് സന്തോഷത്തോടെ ജീവിക്കായിരുന്നു. എന്റെ അച്ഛന്റെ ഫ്രണ്ടിന് കുടുംബം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബം അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അച്ഛനേക്കാളും കൂടുതൽ സ്നേഹം കാണിച്ചു. എന്റെ അച്ഛൻ, അമ്മ, അനിയത്തി 3 പേരും ആക്സിഡന്റിൽ മരിച്ചു. അതിനുശേഷം അങ്കിളായിരുന്നു എനിക്കെല്ലാം. എന്താ ഇത്? കുട്ടികളെ പോലെ. സോറി അങ്കിൾ. പോ. ഐശ്വര്യ, നല്ലോണം കഴിക്കേ മോളെ. നല്ലവണ്ണം കഴിക്കണം, ആരോഗ്യം നോക്കണം. കഴിക്കേ. അച്ഛാ, നിങ്ങളുടെ 2 പേരില്ലാത്തത് മനസ്സിലാക്കി തരാതെ അങ്കിൾ എന്നെ നന്നായിട്ട് നോക്കുന്നുണ്ട്. താങ്ക്സ് അച്ഛാ. ഐശ്വര്യ, എന്താ ഇത്? ഇങ്ങനെ ആകെ നനഞ്ഞിട്ട് വന്നിരിക്കുന്നുണ്ട്. നീ എന്താ വല്ല കുട്ടിയോ മറ്റാണോ? മഴ തോർന്നിട്ട് വന്നാ മതിയായിരുന്നല്ലോ. ഒരു കാര്യം, നാട്ടിലൊക്കെ ഡെങ്കിപ്പനിയും മറ്റുവാ. പേടിയാകുന്നു. ഇതെന്താ കയ്യൊക്കെ പറക്കുന്നത്? എന്നാ നല്ലവണ്ണം തുടച്ചോ. റൂമിൽ പോയിട്ട് ഡ്രൈയർ എടുത്തോ. ആ ബാഗ് ഇവിടെത്താ. ഇതാണ് എന്നെ എപ്പോഴും ശല്യപ്പെടുത്തുന്നത്. പോ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ എന്ത് ചെയ്യും? Eyes. You are very nice. ഒരു ദിവസം ഞാൻ കുളിച്ചോണ്ടിരിക്കുമ്പോ കറണ്ട് പോയി.
എന്റെ തലയുടെ മുകളില് എന്തോ മിന്നുന്നുണ്ടായിരുന്നു. അതെന്താന്ന് ഞാൻ എടുത്തു നോക്കിയപ്പോ അതൊരു പെൻ ക്യാമറ. ആരോ എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ സെക്കൻഡ് തന്നെ ഞാനാകെ തകർന്നു പോയി. അതുവരെ ഞാൻ ശ്രദ്ധിക്കാത്ത സ്ഥലങ്ങളിലെല്ലാം CCTV ക്യാമറ. അതുവരെ ഞാൻ ചെല്ലാത്ത അങ്കിളുടെ റൂമിലേക്ക് പോയി. അവിടെ നോക്കിയ റൂം ഫുള്ള് ക്യാമറ. എന്നെ വിവിധ ആംഗിളിൽ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ലാപ്ടോപ്പ് എടുത്ത് നോക്കി. അതിനകത്ത് എനിക്കറിയാതെ എന്നെ വീഡിയോ എടുത്തു വെച്ചിരുന്നു. അവിടെയുള്ള എല്ലാ ക്യാമറയും ഞാൻ അടിച്ചു തകർത്ത് കളഞ്ഞു. ഞാനിതാ വരുന്നു. ഉടൻ തന്നെ ആ സ്ഥലത്തുനിന്ന് വിടാൻ ഞാൻ തീരുമാനിച്ചു. ഹോട്ടലിലുള്ള എന്റെ അമ്മയുടെ അഡ്രസ് എന്റെ ഡയറിയിൽ ഞാൻ തെരഞ്ഞു നോക്കി. നിന്റെ അച്ഛനെ കൊന്നു, നിന്റെ അമ്മയെയും കൊന്നു, മാത്രമോ നിന്റെ കുടുംബത്തെയും കൊന്നു. കുടുംബത്തിലെ എല്ലാവരെയും കൊന്നു, എന്നെ മാത്രം രസിച്ചു. എനിക്ക് എന്റെ അമ്മയുടെ അഡ്രസ് കിട്ടി. രക്ഷപ്പെടാൻ നോക്കുന്നോ? ഇടില്ലടി. നിന്റെ അച്ഛൻ നല്ലവനാത്രേ. കണ്ട, ഞാൻ ഒരുപാട് നല്ലവനാന്ന് പറയും. അഴകുള്ള നിന്റെ അനുജത്തി അങ്കിൾ അങ്കിൾ എന്ന് വിളിക്കും. ഞാൻ അങ്കിളില്ല, ഒറിജിനൽ മാമ. എന്റെ ഈ വേഷം കിട്ടുന്നു എന്റെ അടുത്ത് വേണ്ട, തീർത്ത് കളയും ഞാൻ. ഓ, എല്ലാം മനസ്സിലാക്കിയല്ലേ? അതും നല്ലത് തന്നെ. നീ മനുഷ്യനാണോ? അച്ഛന്റെ സ്ഥാനത്താ കണ്ടത്. പക്ഷെ നീ ഇത്ര ദിവസം എന്നെ നീ എന്ത് ചെയ്യും?
ഇത്രയും സ്വത്തിനുടമയായ നിന്റെ അച്ഛനെ തന്നെ കുടുംബത്തോടെ ഇല്ലാതാക്കി. പിന്നെ നീ എന്താടി വെറും കൊതുക്. എന്താ പറയുന്നേ? അപ്പോ എന്റെ കുടുംബം ആക്സിഡന്റിലല്ലേ നഷ്ടപ്പെട്ടത്? ഏയ്, നീ എന്താ വിചാരിച്ചേ? നിന്റെ അച്ഛനും അമ്മയും ആക്സിഡന്റിൽ മരിച്ചെന്നോ? അത് ഞാൻ സെറ്റപ്പ് ചെയ്തതാ. You bloody rascal! എന്താടി കടന്ന് തുള്ളുന്നേ? ആദ്യം ഈ സ്വത്തൊക്കെ നേടിയെടുത്തിട്ട് പിന്നെ തന്നെ അനുഭവിക്കാന്ന് കരുതി. നല്ല നേരം നോക്കി മുഹൂർത്തമൊക്കെ നിശ്ചയിക്കാന്ന് കരുതി. പക്ഷെ അതിനു മുമ്പ് നീ നശിപ്പിച്ചല്ലോ. ഒരു പെണ്ണിന് ഇത്ര ധൃതിയെങ്കില് ആണാ എനിക്കെത്ര കാണും? വേഗം അനുഭവിക്കുക തന്നെ. ഇങ്ങോട്ട് ഞാൻ നിന്നെ നെറ്റിലിട്ട് നാറ്റിക്കുവടി. ആ ഫുട്ടേജൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. നീ നശിപ്പിച്ചതൊക്കെ വെറും ഡ്യൂപ്ലിക്കേറ്റ്. ഒറിജിനൽ ആണെന്ന് വിചാരിച്ചോ? നോക്ക്, നീ പോലീസിൽ കംപ്ലൈന്റ് ചെയ്താൽ പണം വാരി വാരി എറിഞ്ഞ് ഞാൻ പുറത്തു വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നെറ്റിൽ നിന്നെ കാണുന്നവൻ അതിനുശേഷം നീ ഒന്നിനും മുതിരില്ല. നിന്റെ അടുത്ത് വന്ന് നിന്നെ മാത്രമേ ചോദിക്കൂ, നിനക്കത് സഹിക്കാൻ കഴിയോ? വാരി അവിടെ നിൽക്ക്. എവിടെ പോയാലും രാത്രിക്കുള്ളിൽ നിന്നെ ഞാൻ തീർച്ചയായും നശിപ്പിച്ചിരിക്കും. അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഹൂബ്ലിയിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് പോവാന്ന് വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഹോസ്റ്റലിൽ തന്നെ താമസിച്ചു. മൂടോട്ടായിരുന്ന എന്നെ എന്റെ ഫ്രണ്ട്സ് ക്ലബിലേക്ക് കൊണ്ടുവന്നു. ആ മഹാപാവി എന്നെ കൊല്ലാൻ വേണ്ടിട്ട് FIR രാജയുടെ കയ്യില് എന്റെ ഫോട്ടോയും ഫോൺ നമ്പറും കൊടുത്തു. ഹലോ, അവളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ കയ്യിൽ കിട്ടി. അവളെ ഞങ്ങൾ ട്രേസ് ചെയ്യുകയും ചെയ്തു. അവളുടെ കാര്യം ഞങ്ങൾ ഏറ്റു. ഈ ട്രേസ് ചെയ്യും, അവളെ ഫോളോ ചെയ്യും, ഈ വക കഥകളൊന്നും എന്നോട് പറയണ്ട. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കിട്ടാത്തതൊന്നും തന്നെ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. നിനക്ക് വേണ്ടത് പണം, എനിക്ക് വേണ്ടത് അവളുടെ പിണം. ആ FIR രാജയുടെ ആൾക്കാര് എന്റെ നമ്പർ ട്രേസ് ചെയ്ത് ക്ലബിലേക്ക് തന്നെ വന്നു. അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു. ഞാൻ പോയിക്കോളാം. ഇതുവരെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തായിട്ടാ വിചാരിച്ചേ. പക്ഷെ ഇനി തൊട്ട് നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവന് ഫോൺ ചെയ്, ഫോൺ വിളിക്കാൻ. എടാ അളിയ, ഇപ്പോഴോ? ദാ, നമ്മളെന്തിനു പേടിക്കണം? നമ്മളെന്തിനാണ് ഓടണേ? വിടല്ലേ, ട്രൈ ചെയ്. ഏയ്, നിങ്ങൾ എന്തേ പറയുന്നത്? ചേട്ടാ, ഒരു 50 എടുത്തിട്ട് വാ. നിക്ക് ഒരു 30 കൂടെ ചേർത്ത് 80 ആക്കിക്കോ. ആദ്യം 50 അല്ലേ ചോദിച്ചത്? 50 ബീഹാറിലേക്ക്, 30 മഹാരാഷ്ട്രയിലേക്കാ. ഇന്നൊരു 80 അത്യാവശ്യമായിട്ട് അയക്കാനുള്ളതാ. നിങ്ങൾ ചെല്ലേ. ജനിച്ചത് തന്നെ പ്രോബ്ലം. പേര് നോക്ക്. FIR 25 ലക്ഷം കിട്ടിയ അത് മുഴുവൻ കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മളെ തന്നെ കാലിയാക്കും. ചേട്ടാ നമസ്കാരം. നിങ്ങളുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. നമസ്കാരം. നാടതെന്നറിയാതെ, റേഷൻ കാർഡില്ലാതെ, ഒരു തെളിവുമില്ലാതെ ഓരോ നാട്ടിലും ഒളിച്ചു കഴിയുന്ന ആസാമികളായ നമ്മളെ വിശ്വസിച്ചാ നമ്മുടെ രാജ്യം തന്നെയുള്ളത്. ഒന്നുമില്ല, തളിപ്പറമ്പിനടുത്ത് ഒരു 300 ഏക്കർ ഞാൻ വളച്ചിട്ടു, ആൽക്കഹോൾ ഫാക്ടറിക്ക് വേണ്ടി. പക്ഷെ അവിടെയുള്ള MP ആണ്. വളയുന്നില്ലല്ലേ? അതെ, FIR. എന്താ ചെയ്യണ്ടേ? വളയ്ക്കണോ അതോ അവനെ ഓടിക്കണോ? അയ്യോ, എന്റെ പേര് വരാതെ എന്ത് ചെയ്താലും ഓക്കെ. മഹാരാഷ്ട്ര എന്ന് പറയുമ്പോ വെസ്റ്റ് ഇന്ത്യയിലെ ഖാദർ. ഓക്കെ, ഖാദർ വെച്ച് തീർത്തേക്കാം, നിങ്ങൾ പേടിക്കണ്ട. എന്താടാ?
എന്താ? പോലീസിന്റെ പ്രശ്നമാണ്. ഇവിടെ 5 വയസ്സിൽ തുടങ്ങിയതാ ബോംബെയിലെ പോലീസുകാര്. അവര് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കും. നീ കാര്യം പ്രഷറാണ്. മനസ്സിലാവുന്ന വിധത്തിൽ പറയടാ. സാറ് നിങ്ങൾ കൊല്ലാൻ പോവാണ്. എന്ത് അക്രമം ഇതെന്ന് കണ്ടില്ലേ? എന്നെ കൊല്ലാൻ പോകുന്നെന്ന് പറയാൻ തുടങ്ങും മുമ്പേ അവന്റെ അവസ്ഥ എന്താന്ന് കണ്ടില്ലേ? ആര് കൊല്ലുന്നു, ആരെ കൊല്ലുന്നു, എങ്ങനെ കൊല്ലുന്നു, എവിടെ വെച്ച് കൊല്ലുന്നു, പുറത്ത് വെച്ച് കൊല്ലുന്നു, അകത്ത് വെച്ച് കൊല്ലുന്നു, മുക്കിലിട്ട് കൊല്ലുന്നു, മൂലിലിട്ട് കൊല്ലുന്നു. ഇതെല്ലാം സ്കെച്ച് ചെയ്ത് കളിക്കുന്ന ഞങ്ങളോട് എന്റെ മുന്നിൽ വന്ന് എന്നെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞ അവന്റെ അവസ്ഥ. വാ 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 വാ. അവന്റെ തലവിധി അല്ലാതെ എന്താ? ഇങ്ങനെ പറയാതെ പോയല്ലോ, എന്നോട് പറയാമായിരുന്നല്ലോ. നമ്മുടെ മന്ത്രിക്ക് എന്താ വേണ്ടേ? കണ്ടില്ലേ, എപ്പോഴും സ്റ്റേറ്റ് ആണ് സെൻട്രലിലേക്ക് പോവാ. ഇപ്പൊ സെൻട്രൽ സ്റ്റേറ്റിന് അന്വേഷിച്ചു വന്നിരിക്കുന്നു. എന്താ മോളെ ഐശ്വര്യേ? എപ്പോഴും ഞാനല്ല ഇങ്ങോട്ട് വിളിക്കാറ്. ഇപ്പൊ നീ ഇങ്ങോട്ട് വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പിള്ളേർക്ക് ഫോൺ കൊടുക്ക്. എന്താ മോനെ, കൂട്ടുകാരൻ നഷ്ടപ്പം നെഞ്ചിനകത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ടല്ലേ? തീറ പിള്ളേരെ, ഇവിടുത്തെ കോലക്കൊമ്പന്മാരെ വരെ വരച്ച വരയിൽ നിർത്തുന്ന എന്റെ അടുത്താണോ കളി? ഞാൻ അവളെ കൊല്ലുന്നു പറഞ്ഞാൽ കൊന്നിരിക്കും. ഇനി അവളുടെ ഒപ്പം നിങ്ങളുണ്ടെങ്കിൽ അവളോടൊപ്പം ഞാൻ നിങ്ങളെയും കൊല്ലും. ആ പെങ്കൊച്ചിനെ നിങ്ങൾ തരാണെങ്കിൽ നിങ്ങൾക്ക് അച്ഛനമ്മമാരോട് സുഖമായി ജീവിക്കാനുള്ള അവസരം ഞാൻ തരാം. ഞങ്ങൾ എന്തിനാ ഓടണേ? ഞങ്ങൾ ഇനി ഓടില്ല. ഇതുവരെ നീയാണ് ഞങ്ങളെ ചേസ് ചെയ്തേ, ഇനി ഞങ്ങൾ ചേസ് ചെയ്യൂടാ. അത്രയ്ക്ക് ധൈര്യമുണ്ടോ? മക്കളിപ്പോ ഇങ്ങോട്ടാണോ വരുന്നേ? പറയടാ. കൊള്ളാലോ, ചിത്രദുർഗയിലാ ഇപ്പൊ എന്റെ ആളുകളുള്ളത്. നീയൊക്കെ ആണാണെങ്കിൽ അവിടെയുള്ള കണ്ടെയ്നർ സ്പോട്ടിലേക്ക് വാ. ഞാനൊരു ആണാടാ, കാണിച്ചു തരാടാ. അച്ഛാ, എനിക്ക് നിങ്ങളുടെ സഹായം വേണം. വെട്രി, ഇന്ന് നിന്റെ പിറന്നാളാ. നിനക്ക് എന്താ പറ്റിയത്? നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ ഒരു വലിയ പ്രശ്നത്തിലാ. ഡീറ്റെയിൽ ആയിട്ട് അയച്ചിട്ടുണ്ട്, നോക്കണം. നിന്റെ അച്ഛൻ എന്ന രീതിയിലും ഒരു പോലീസ് കമ്മീഷണർ എന്ന രീതിയിലും ഈ കേസ് ഞാൻ നോക്കിക്കോളാം. അപ്പൊ വേഗം ഇതിനെതിരെ ആക്ഷൻ എടുക്കണം. പോലീസിന് വേണ്ടത് സാക്ഷിയാ. ഞാൻ ഇപ്പൊ തന്നെ അയക്കാം അച്ഛാ. കൊല്ലാൻ പോവൂടാ. നമുക്കാണോടാ? കണ്ണു തുറന്ന് നോക്കടാ. വെട്രി, ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങള് 2 മണിക്കൂറിനുള്ളിൽ എല്ലാ ചാനലിലും വരും. മഹാരാജ് പറഞ്ഞതുപോലെ ചെയ്യുന്നവനാ ഞാൻ. മഹാരാജ്, ആ പീറ പിള്ളേരെ പെണ്ണിനെയും കൊണ്ട് കണ്ടെയ്നർ ഗ്രൗണ്ട് സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. അവരവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്തേക്ക്. ശരി മഹാരാജ്. Let me give it spot. Hey! Hey! വാടാ. 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 അകത്തിരിടാ മര്യാദ.
അടിയളിയാ അടിച്ചു കൊല്ലടാ. എന്റെ കൂട്ടുകാരെ കൊളുത്തിയത് ആരാടാ? പറയടാ, ആരാടാ? ഈ മൊട്ടയാണോ കൊളുത്തിയത്? വാടാ, ഇവൻ തന്നെയാ. വാടാ, പുറത്തേക്ക് വാ. നീയല്ലടാ എന്റെ കൂട്ടുകാരനെ കൊളുത്തിയത്. ജോസഫ്, ആ കണ്ടെയ്നറിൽ ഡീസൽ എടുത്തോണ്ട് വാടാ. നീയല്ലടാ എന്റെ കൂട്ടുകാരനെ കൊന്നത്. ഐശ്വര്യ, വീഡിയോ എടുക്കടി. ഒഴിക്കടാ. വേണ്ട വേണ്ട വേണ്ട. വേണ്ട 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 വേണ്ട. എന്തിനാടാ എന്റെ കൂട്ടുകാരനെ കൊളുത്തിയത്? എന്നെ വിട്ടേക്ക്. വേണ്ട വേണ്ട. ഐശ്വര്യ, ഈ വീഡിയോ അവൻ അയച്ചു കൊടുക്ക. എന്റെ ജീവന് തുല്യമായ എന്റെ കൂട്ടുകാരനെ നീ കൊന്നു. ഞാൻ നീ അയച്ചതിൽ ഒരു പീറ ഗുണ്ടേനെയാ കൊന്നത്. ഇതോടെ നിർത്തിക്കൊള്ളണം, ഇല്ലെങ്കിൽ നഷ്ടം നിനക്കാണ്. അവന്റെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ വൃത്തികെട്ട പണി എന്തിനാണ് നീ ചെയ്തേ? ഇതിന് നീ വേറെ പണി നോക്കായിരുന്നടാ. മനസ്സിലായില്ലേ? പറയാൻ തന്നെ വായി കൂസുന്നടാ. നോക്ക്, ഇവളെ കൊല്ലണം എന്നുള്ള ചിന്ത ഇപ്പൊ തന്നെ വിട്ടേക്ക്. ഞാൻ ജീവനോടുള്ളവർക്കും ഇവളെ തൊടാൻ പറ്റില്ല. ഇനി തൊട്ടാലുണ്ടല്ലോ, ഈ നിൽക്കുന്ന 3 പേരെ ഞാൻ ഇവിടെ വെച്ച് എന്നെ തീർത്ത് കളയും. എന്താ എഫ്ഐആർ? എന്ത് പറ്റി? ആ പിള്ളേര് നമ്മുടെ കൂടെയുള്ളവർത്തിനെ ഇല്ലാതാക്കി മറ്റു 3 പേരെയും അവര് കൊല്ലുന്ന പറയുന്നേ. ആദ്യം കൊല്ലേണ്ടത് അവനെയാ. ഇനി അവനെ ജീവിക്കാൻ അനുവദിക്കരുത്. അവരിപ്പോ അവിടെ ആ ചിത്രദുർഗയിലുണ്ട്. ആ കാദർബായി അവിടെയല്ലോ. വിളിക്കേ, വേഗം വിളിക്കേ.
الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم إلى أرواح آله وأصحابه وأهل بيته وأزواجه وذرياته أجمعين. ثم إلى أرواح جميع الأنبياء والأولياء والعلماء والشهداء والصالحين. ثم إلى أرواح الذين في هذه المقبرة. ثم إلى روح من نويناه مرحوم عبد القادر صاحب خاصة يا رب العالمين. ഖദർഭായ്, നിങ്ങളാരാ? ഇതെന്താ ശബ്ദം മാറിയിരിക്കുന്നേ? ഞാൻ ഭാഷയാ. ഓ, ഭാഷയാണോ? ഇനിയിപ്പോ ഖദർഭായ് ആയാലെന്താ, ഭാഷ ആയാലെന്താ, എനിക്ക് എന്റെ കാര്യം നടക്കണം. കാര്യം മറ്റൊന്നുമല്ല ഭായ്, നിങ്ങളുടെ ഏരിയയിൽ ഞാനൊരു ചെറിയ മുഹൂർത്തം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ എന്റെ 4 പിള്ളേരെയും അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരുത്തനെ കുറച്ച് പേര് ചേർന്ന് കൊന്നു കളഞ്ഞു. പറയുന്നതിൽ നാണക്കേടുണ്ട്, അത് ചെയ്തത് ചെറിയ പിള്ളേരാ. ഇപ്പോ എന്റെ സൈഡിൽ 3 പേരും അവരുടെ സൈഡിൽ 3 പേരുണ്ട്. നടുവിലൊരു പെണ്ണുണ്ട്. അവളെ വേണം ആദ്യമില്ലാതാക്കാൻ. അവൾക്ക് ഞാനിട്ട വില 2 കോടി രൂപയാ. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കും. ഭാഷ ഭായ്, ഭാഷ ഭാഷ ബാപ്പ മരിച്ചിട്ട് 2 ദിവസമായുള്ളൂ. കുഴിമാടത്തിനടുത്ത് നിന്നാ ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഏറ്റെടുക്കാം. ശരി, എല്ലാം ശരിയാവും. അള്ളാഹു കൂടെയുണ്ട്.
കാരണക്കാരൻ ഇവനാണ്. ആദ്യം ഇവനെ കൊല്ലുമായി. ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എല്ലാരും കാണുകയും ചെയ്തു. തീർത്ത് കളയട്ടെ. ബൈ. ആദ്യം ആ ഗോപാല്, പിന്നെ അവന്റെ കൂടെയുള്ള എല്ലാത്തിനും കൊന്നേക്ക്. അവർക്ക് പറഞ്ഞേൽപ്പിച്ചൊരു ചെറിയ ജോലി പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. ആദ്യം അവരെ കൊന്നിട്ട് ആ പെണ്ണിനെ അങ്ങ് തട്ടിയേക്ക്.
വിടരുത്, വെട്ടി വെട്ടി കൊല്ലടാ അവനാ, എഴുന്നിട്ട് അടിക്കടാ. കൂട്ടുകാരൻ കരയ. ചിത്രദുർഗ എന്റെ നാട്, ഭാഷ എന്റെ പേര്. എനിക്ക് എന്തായാലും കുഴപ്പമില്ല, നീ അവന്മാര് വിടാൻ പാടില്ല. നമ്മുടെ രോഹൻ ആലോചിക്കടാ. വിടരുതവനെ. ഖാദർ മരിച്ചുപോയി. അവന്റെ സ്ഥാനത്തേക്ക് ഭാഷ വരുമെന്ന് വിചാരിച്ച ഇപ്പോ അവന്റെ മരണവും ഞാൻ കാണേണ്ടി വരുമെന്നാ തോന്നുന്നേ. സുൽത്താൻ ഭായ്, വേഗം വരൂ.
എന്നെ കൊന്നിട്ട് പോടാ, കൊന്നിട്ട് പോ. എന്റെ വാപ്പ പറയും ജീവിതത്തിൽ എപ്പോഴും ജയിക്കണമെന്ന്. എപ്പോ നീ തോക്കുമെന്ന് മനസ്സിലാവോ അതിനു മുമ്പ് നീ മരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ധീരനാ, നിന്റെ കൈ കൊണ്ട് എന്നെ കൊന്നിട്ട് പോ. കൊല ചെയ്യുന്നത് എന്റെ ജോലിയല്ലടാ, നിന്നെ പോലുള്ള വൃത്തികെട്ടന്മാർ ചെയ്യുന്നതാ. ജീവനെടുക്കാൻ നിന്റെ ദൈവമാണോ? വലിയ കാര്യമായിട്ട് വീരം വീരം എന്ന് പറയുന്നില്ലേ? ജീവനെടുക്കുന്നതാണോടാ വീരം? ജീവിക്കാൻ അനുവദിക്കുന്നതാടാ വീരം. ഏതോ ഒരു പെൺകൊന്ന് പറഞ്ഞത് കേട്ടിട്ട് വൃത്തികെട്ട് ഈ കാശിന് വേണ്ടി കൊല്ലാൻ ഇറങ്ങി തിരിഞ്ഞവൻ. അങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി പട്ടിയെ പോലെ വാലാട്ടിക്കൊണ്ട് നടന്നിട്ട് വീരം വിവേകം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നാണമല്ലേടാ നിനക്കൊക്കെ? ഞാനും എന്റെ ഫ്രണ്ട്സും സന്തോഷമായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാ. ഒന്നും തന്നെ അറിയാത്ത പാവം എന്റെ ഫ്രണ്ടിനെ കൊന്നു കളഞ്ഞല്ലോടാ. അവന്റെ ജീവന്റെ വില എന്താണെന്ന് അറിയാവോടാ നിനക്ക്? ഈ പീറ കാശിന് വേണ്ടിട്ട് അവന്റെ ജീവൻ കളഞ്ഞല്ലോടാ നിങ്ങള്. എത്രടാ വേണ്ട നിനക്ക്? വേണം എന്റെ സ്വത്ത്, ഇവളുടെ സ്വത്ത്, എന്റെ കൂട്ടുകാരുടെ എല്ലാവരും സ്വത്ത് ഞാൻ എഴുതി തരാം. എന്റെ സന്തോഷം, എന്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരും സന്തോഷം ഞാൻ എഴുതി തരാടാ. മരിച്ചുപോയി എന്റെ കൂട്ടുകാരന്റെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ പറ്റൂടാ. നിന്നേക്ക് बादशाह भाई, വീഴ്ത്തിയാണ് നമുക്ക് ശീലം, വീണ ചരിത്രമേ ഉണ്ടായിട്ടില്ല. നീ വീണു പോയതിലൂടെ നിന്റെ വാപ്പയുടെയും എന്റെയും പേരെ നീ ഇല്ലാതാക്കിയത്. നീ വീണുപോയില്ലേ? നിന്റെ വാപ്പ മരിച്ചിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. നാളെ 3ാമത്തെ ദിവസാ. ഇനി 24 മണിക്കൂറിനുള്ളില് അവനെ നീ കൊന്നിട്ട് വന്നാ നീ എന്റെ മകന്റെ മകനാന്ന് പറയാം. അല്ലെങ്കില് ഇനിയും 24 മണിക്കൂറിനുള്ളില് അവനെ നീ കൊന്നിട്ട് വന്ന നീ എന്റെ മകന്റെ മകനാന്ന് പറയും. അല്ലെങ്കില്